രാഹുൽ, ഏറ്റവും പുതിയ ഒരു വാർത്തയാണ്. പ്രൈം മിനിസ്റ്ററിന്റെ ഉഷ പദ്ധതി പ്രകാരം കേരളത്തിലെ ക്യാമ്പസുകൾക്ക് 405 കോടി രൂപയാണ് ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടി കൊടുക്കുന്നത്. ചില യൂണിവേഴ്സിറ്റികൾക്ക് 100 കോടി കൊടുത്തു, ഒരു എംജി യൂണിവേഴ്സിറ്റിക്ക് 20 കോടി, കുറച്ച് കോളേജുകൾക്ക് 5 കോടി രൂപ വീതം കൊടുക്കുന്നുണ്ട്. മൊത്തം 405 കോടി രൂപയാണ്. കേരളത്തിലെ ക്യാമ്പസുകളിൽ വലിയ മാറ്റം കൊണ്ടുവരാൻ ഈ പദ്ധതിക്ക് സാധിക്കും. കാരണം നല്ല ഇൻഫ്രാസ്ട്രക്ചർ വരുമ്പോഴത്തേക്ക് കൂടുതൽ വിദ്യാർത്ഥികൾ, പുറത്തു പോകുന്ന വിദ്യാർത്ഥികൾക്ക് നാട്ടിൽ തന്നെ നിന്ന് പഠിക്കാനുള്ള അവസരം വരും. പക്ഷേ ഇത് പ്രാവർത്തികം എത്രത്തോളം ആവും? കാരണം നമ്മുടെ ക്യാമ്പസുകൾ രാഹുലിനറിയാം, വിദ്യാർത്ഥി രാഷ്ട്രീയം അത് വളരെ അക്രമകരമായ അവസ്ഥയിലേക്ക് പലപ്പോഴായി പോയിട്ടുണ്ട്. ക്യാമ്പസ് തന്നെ പലപ്പോഴായി കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. എങ്ങനെയാണ് രാഹുൽ ഇതിനെ നോക്കിക്കാണുന്നത്? ഈ വിദ്യാർത്ഥി രാഷ്ട്രീയം ഇതുപോലെ വലിയ പദ്ധതികളെയെല്ലാം ഡിറെയിൽ ചെയ്യാൻ സാധ്യതയുണ്ടോ? ഒരിക്കലുമല്ല. കാരണം വിദ്യാർത്ഥി രാഷ്ട്രീയം എന്ന് പറയുന്നത് എപ്പോഴും വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു രാഷ്ട്രീയമാണ്. അതൊരു പൊതുബോധമാണ്. നമ്മൾ ഇപ്പോൾ എല്ലാ കാലത്തും കണ്ടിട്ടുള്ളതാണ് വിദ്യാർത്ഥികൾ സമരം ചെയ്യുമ്പോൾ വിദ്യാർത്ഥി ഐക്യം വിളിച്ച് സമരം ചെയ്യുന്നത്. അതിൽ എല്ലാ വിദ്യാർത്ഥി സംഘടനകളും ഉണ്ടാവും. അവരുടെ സമരത്തിന്റെ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് അവരുടേതായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമുക്കറിയാം, കേന്ദ്രത്തിൽ നിന്ന് ഇതുകൂട്ടൊരു ഫണ്ട് വരുന്നു. ഈ ഫണ്ട് ഏത് രീതിയിൽ വിനിയോഗിക്കുന്നു എന്നറിയാൻ എല്ലാ വിദ്യാർത്ഥികൾക്കും അവകാശമില്ലേ? തീർച്ചയായിട്ടും. ഈ അവകാശങ്ങൾ ചോദ്യം ചെയ്യുമ്പോൾ ഈ ഫണ്ട് എവിടെയെങ്കിലും മാറ്റിപ്പിടിക്കപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത് ആരെങ്കിലും തിരിമറി നടത്തി കഴിഞ്ഞാൽ ആര് ചോദ്യം ചെയ്യും? പല ക്യാമ്പസുകളും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള ഫണ്ടുകൾ കൊടുക്കും. പക്ഷേ ഇത് മറ്റുള്ള അതിന്റെ മേളത്തുള്ള ഉദ്യോഗസ്ഥരാണെങ്കിലും കുറെ ഫണ്ടുകൾ തിരിമറി നടത്തി അങ്ങനെ കുറെ പൈസകൾ പോകുന്നുണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എൻ്റെ ഒരു സഹോദരി, അവര് ഇതുകൂട്ട് ഒരു ഗ്രാൻഡിന്റെ ഭാഗമായിട്ട് ഒരു പ്രൊജക്ടിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പൊ ആ പ്രൊജക്ട് നിന്നു പോയതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതിന്റെ തൊട്ട് മേളിലുള്ള ആളുകൾ ഇത് ഗ്രാൻഡിന് കൊടുത്ത പൈസ പിൻവലിച്ചു അല്ല, ദുരുപയോഗം ചെയ്തു. അത് കണ്ടെത്തിയോടെ ഇത് നിർത്തിവെച്ചു, ആ പ്രൊജക്ട്. അപ്പൊ അവർക്കുണ്ടാവുന്ന നഷ്ടം, അവർക്ക് കിട്ടാനുള്ള സാലറി കിട്ടാതെ ആ കേസുമായി വർഷങ്ങളോളം കാത്തിരിക്കേണ്ട അവസ്ഥയിലേക്ക് പോകും. അങ്ങനെ വരുമ്പോൾ അത് വിദ്യാർത്ഥികളെ ചൂഷണം ചെയ്യുകയല്ലേ? അപ്പൊ ഈ ചൂഷണം ചെയ്യുന്നത് ചൂണ്ടിക്കാണിക്കാൻ ഇവിടെ വിദ്യാർത്ഥി രാഷ്ട്രീയം വേണ്ടേ? അതല്ല, പക്ഷേ ഒരുപാട് അക്രമ രാഷ്ട്രീയമാണ് പൊതുവെ നമ്മൾ ക്യാമ്പസുകളെ പറ്റി സംസാരിക്കുമ്പോൾ പൊതുവെ പറയാറുള്ളത്. കാരണം പല കോളേജുകളിലും രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്, പലർക്ക് അവരുടെ കൈയും കാലും ഒക്കെ നഷ്ടപ്പെട്ട അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ പൊതുവെ പബ്ലിക്കലി നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്കും ആർക്കും ക്യാമ്പസ് രാഷ്ട്രീയം ഇല്ലാത്ത കോളേജുകളിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇവിടുത്തെ നമുക്കറിയാം, കേരളത്തിന്റെ ഒരു ഇത് വെച്ചിട്ട് ഒരുപാട് വിദ്യാർത്ഥികൾ കേരളത്തിന് പുറത്ത് പോകുന്നുണ്ട്. മറ്റ് കോളേജുകൾ, കേരളത്തിന് പുറത്തുള്ള കോളേജുകളിൽ ഇത്രത്തോളം രാഷ്ട്രീയം ഇല്ല. കേരളത്തിന്റെ ക്യാമ്പസുകളിൽ ഉള്ളത്രയും രാഷ്ട്രീയം കേരളത്തിന്റെ പുറത്ത് ക്യാമ്പസുകളിൽ ഇല്ല. പലപ്പോഴും ഇലക്ഷൻ നടക്കും എന്നല്ലാതെ മറ്റു സ്ഥലങ്ങളിൽ ഇലക്ഷൻ പോലും നടക്കാറുണ്ടാവില്ല. ചില സ്ഥലങ്ങളിൽ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് മാത്രമേ രാഷ്ട്രീയം ഉണ്ടാവാറുള്ളൂ. പക്ഷെ കേരളത്തിന്റെ ഒരു പ്രത്യേകത, കേരളത്തിലെ കോളേജുകളിൽ ത്രൂ ഔട്ട് ദി ഇയർ പൊളിറ്റിക്സ് നടക്കും. അത് എത്രത്തോളം, കാരണം ഇന്നത്തെ അവസ്ഥ നമുക്കറിയാം, എല്ലാവർക്കും ഒരു നമ്മുടെ കരിക്കുലം വലിയ രീതിയിൽ മാറ്റപ്പെടുന്നുണ്ട്. അത്രത്തോളം ഇൻവോൾവ് ആയിട്ട് ഒരു വിദ്യാർത്ഥി പഠിച്ചാൽ, അല്ലെങ്കിൽ അയാളുടെ സ്കില്ല് ഇംപ്രൂവ് ചെയ്താലും മാത്രമേ അയാൾക്ക് ഇന്നത്തെ ജോബ് മാർക്കറ്റിൽ ഒരു പ്ലേസ്മെന്റ് കിട്ടുള്ളൂ. അങ്ങനെ ഒരു അവസ്ഥയിൽ എങ്ങനെയായിരിക്കും ഈ ക്യാമ്പസ് പൊളിറ്റിക്സ് നമുക്ക് റീഫ്രെയിം ചെയ്യാൻ പറ്റുക? അതെ, എനിക്ക് തോന്നുന്നത് കേരളത്തിലെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തെക്കാൾ കൂടുതൽ കൊണ്ടാടുന്നത് കേരളത്തിലെ അധ്യാപക രാഷ്ട്രീയമാണ്. അധ്യാപകരാണ് ഏറ്റവും കൂടുതൽ ഇതിന് വളം വെച്ചു കൊടുക്കുന്നത്. കാരണം നമുക്കറിയാം, എല്ലാ ക്യാമ്പസുകളിലും രാഷ്ട്രീയമുണ്ട്. രാഷ്ട്രീയമുള്ള വിദ്യാർത്ഥികൾ തന്നെയാണ് ക്യാമ്പസുകളിലേക്ക് വരുന്നത്. അവിടെ നടക്കുന്ന ജനാധിപത്യപരമായിട്ട് ഇലക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിലെ ഒരു ആദ്യത്തെ ഇലക്ഷൻ ആയിരിക്കും, ഒരു സംഘടനാപരമായിട്ടുള്ള ഇലക്ഷൻ. നമുക്കറിയാം, നമ്മൾ ഒരു 18 വയസ്സായി കഴിഞ്ഞാൽ നമ്മൾ ജനാധിപത്യ രീതിയിൽ ഏതെങ്കിലും സംഘടനകൾക്ക് വോട്ട് ചെയ്ത് നമ്മൾ MLA MP ഒക്കെ നമ്മൾ തിരഞ്ഞെടുക്കുന്നുണ്ട്. അതിന്റെ ഒരു ബാലപാഠം എന്ന രീതിയിലാണ് ക്യാമ്പസുകളിൽ ഇലക്ഷൻ നടക്കുന്നത്. പക്ഷെ അവിടേക്ക് വരുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ കൈയാളുന്നത് ആരാണ്? അധ്യാപകരാണ്. അധ്യാപകർ പക്ഷം പിടിക്കാറുണ്ട് എന്നാണോ രാഹുൽ? അതെ, അധ്യാപകർ കൃത്യമായി പക്ഷം പിടിക്കാറുണ്ട്. എല്ലാ അധ്യാപകർക്കും കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. ഈ അധ്യാപകരാണ് വിദ്യാർത്ഥികളെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നത്. പല ക്യാമ്പസുകളിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഈ വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെ അക്രമം അഴിച്ചുവിടാനുള്ള പിന്തുണ നൽകുന്നത് അവിടുത്തെ അധ്യാപകരായിരിക്കും. അധ്യാപക സംഘടനകളാണ്. അതെ, അധ്യാപകർ തന്നെയാണ്. കാരണം നമുക്കറിയാം, ഇലക്ഷൻ വരുമ്പോൾ പല ക്യാമ്പസുകളിലും ആദ്യത്തെ വിഷയം ഉണ്ടാകുന്നത് ഈ അറ്റൻഡൻസിന്റെ പേരിലായിരിക്കും. ക്യാമ്പസുകളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ വിഷയം ഉണ്ടാകുന്നത് അറ്റൻഡൻസിന്റെ പേരിലായിരിക്കും, അധ്യാപകരുമായിട്ട്. ഈ ഉണ്ടാകുന്ന അപ്പൊ ഒരു SFI കാരനാണ്, KSU കാരൻ കാണും, AVP കാരൻ കാണും, ഇവരോട് പക്ഷാഭേദമായിട്ട് അധ്യാപകർ പെരുമാറുക. എല്ലാ അധ്യാപകരുമല്ല, ഒരു വിഭാഗം അധ്യാപകർ അങ്ങനെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അവരാണ് ഇങ്ങനെയുള്ള വിഷയങ്ങൾക്ക് അവർ തന്നെ വിദ്യാർത്ഥികളെ പറഞ്ഞു വിട്ട് കൂടുതലും രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന നേതാക്കന്മാരെ കൂടുതൽ ഈ വിദ്യാർത്ഥികളെ
ചൂഷണം ചെയ്യുന്നത് അവിടുത്തെ അധ്യാപകരായിരിക്കും. അധ്യാപകരാണ് ഇതിന് വളം വെച്ച് കൊടുക്കുന്നത്. പല അധ്യാപകരെ എനിക്കറിയാം, വിദ്യാർത്ഥികളോട് പോയി അവർ ആക്രമിക്കാൻ പറയുന്ന അധ്യാപകരെ വരെ നമ്മുടെ ചുറ്റിനും ഉണ്ട്. അതൊരു പൊള്ളയായ കാര്യമല്ല, നടക്കുന്ന കാര്യമാണ് നമ്മുടെ കേരളത്തിൽ നടക്കുന്നത്. കാരണം പല ക്യാമ്പസുകളിലും വിഷയങ്ങൾ നടക്കുമ്പോൾ നമ്മൾ അധ്യാപകരുടെ സ്റ്റേറ്റ്മെന്റുകൾ കണ്ടാൽ മതി. അപ്പൊ അവർ ഒരു വിദ്യാർത്ഥി സംഘടനയെ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന അധ്യാപകരാണ്. അത് SFI എന്നില്ല, KSU എന്നും ഇല്ല, ഇപ്പൊ ABVP എന്നും ഇല്ല. ഇതിന്റെ എല്ലാം അധ്യാപക സംഘടനകളുടെ മേധാവിത്വം ഉള്ള അധ്യാപകരാണ്. അവരാണോ ആ സ്കൂളിലെ ഏറ്റവും കൺട്രോൾ ചെയ്യുന്നത്? ഏത് മെജോറിറ്റി ഓഫ് ആളുകളാണ് ആ ക്യാമ്പസിൽ കൂടുതൽ അധ്യാപകർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരായിരിക്കും ആ ക്യാമ്പസിനെ മുഴുവൻ കൈയാളുന്നത്. അപ്പൊ അവർക്ക് കൃത്യമായിട്ടൊരു രാഷ്ട്രീയം കാണത്തില്ലേ? ആ ഒരു രാഷ്ട്രീയം നടപ്പാക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവർ നോക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവർ എന്ത് കുടപിടിക്കാനും അതിന്റെ വിദ്യാർത്ഥി സംഘങ്ങളായിട്ടുള്ള അവര് സഹായിക്കും. അപ്പൊ അതിന്റെ ഇടയിൽ അധ്യാപകര് ചൂഷണം ചെയ്തു കഴിഞ്ഞാലും ഇവർ ചോദ്യം ചെയ്യപ്പെടുന്നില്ല, അങ്ങനെ അവസ്ഥ വരും. അപ്പൊ രാഹുലെ, വേറൊരു ചോദ്യം. ഇപ്പൊ ഒരുപാട് വിദ്യാർത്ഥികൾ കേരളത്തിന് പുറത്ത് പോകണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പലപ്പോഴായിട്ട് നമ്മുടെ എയ്ഡഡ് കോളേജുകളിലൊക്കെ ഈ ബാച്ചസ് അവർ കുറയ്ക്കുവാണ്. അപ്പോ അധ്യാപകരുടെ നിയമനം തന്നെ വലിയ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുകയാണ്. പ്രത്യേകിച്ച് എയ്ഡഡ് കോളേജുകളിലാണ് ഈ പ്രശ്നം വരുന്നത്. വലിയ രീതിയിൽ വിദ്യാർത്ഥികൾ പുറത്തേക്ക് പോകുന്നു. അപ്പോൾ ഇത്രത്തോളം അധ്യാപക തസ്തിക വേണ്ട എന്നൊക്കെ ഒരു അവസ്ഥ വരും. ഇങ്ങനെ അക്രമ രാഷ്ട്രീയത്തില് പ്രത്യേകിച്ച് നാഷണൽ മീഡിയ വരെ പലപ്പോഴായിട്ട് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നാഷണൽ മീഡിയ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ ക്യാമ്പസുകളിൽ അരക്ഷിതാവസ്ഥയാണ്, അക്രമമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആൾക്കാർ പുറത്തു പോകാൻ ശ്രമിക്കുന്നു. ഈ ഒരു നറേറ്റീവ് അത് പരിപൂർണമായി തെറ്റാണ് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും പറയാൻ കഴിയില്ല. കാരണം ക്യാമ്പസുകളിൽ കൃത്യമായിട്ട് ഉണ്ടാവില്ല ആൾക്കാർക്ക്. ഇപ്പൊ ഞാൻ തന്നെ ഒരു ക്യാമ്പസിലേക്ക് പഠിക്കാൻ ചെല്ലുമ്പോൾ എനിക്കൊരു പേടി ഉണ്ടാകും. അവിടെ ആരാണ് അതിനെ കൈകാര്യം ചെയ്തെന്നുള്ളൊരു ഭയം ഉണ്ടാവും. എപ്പോഴും പല കോളേജുകളിലും ചില സംഘടനകളുടെ പോക്കറ്റിലിരിക്കുന്ന കോളേജുകളാണ്. അവിടെ ഈ സംഘടനകൾ പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് ആർക്കും അനങ്ങാൻ കഴിയില്ല, ആർക്കും അനങ്ങാൻ സാധിക്കും. അപ്പൊ നമ്മൾ തന്നെ കണ്ടാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ അതിന് പേരുദോഷം കേൾക്കുന്ന ഒരു സംഘടന SFI തന്നെയാണ്. കേരളത്തിലെ ഭൂരിഭാഗം ക്യാമ്പസുകളും ഭരിക്കുന്നത് SFI ആണ്. ഈ SFI ഉള്ള ക്യാമ്പസുകളിൽ കൂടുതലും ജനാധിപത്യപരമായിട്ടുള്ള ഇലക്ഷനുകൾ നടക്കാറില്ല. ചില സ്ഥലങ്ങളിൽ നടക്കാറുണ്ട്. അവർ അട്ടിമറിക്കുന്നു എന്ന് പറഞ്ഞ ഒരുപാട് പരാതികൾ എപ്പോഴും അവരെ പറ്റി വിഷയങ്ങളാണ്. ഇന്നലെ തന്നെ SFIയെ സംബന്ധിച്ച് ഒരു വിഷയം നടന്നു. അതെ, കാക്കനാട് ഇഷ്യൂ. അതുകൂടാതെ ഒരു പെൺകുട്ടി വന്നിട്ട് SFIയുടെ നേതാവാണെന്ന് പറഞ്ഞിട്ട് അധ്യാപകരുടെ കൂടെ കിടക്കുകയാണോ നിങ്ങൾ എന്ന് പറഞ്ഞ് NCC ക്യാമ്പിൽ വന്ന വിദ്യാർത്ഥികളോട് ചോദിച്ചു. അതെ, അങ്ങനൊരു ഇത് വന്നു. അതിന്റെ കൂടെ തന്നെ അന്ന് തന്നെ വന്ന ഒരു വാർത്തയാണ് ഒരു അച്ഛന്റെ മകനെ NSS ക്യാമ്പിൽ കൊണ്ടുവിട്ട മകനെ ജില്ലാ സമ്മേളനത്തിന് NSS ക്യാമ്പിൽ നിന്നും കൊണ്ടുപോകുന്നു. അപ്പൊ ഈ NSS ക്യാമ്പിൽ വിട്ടൊരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥി NSS ക്യാമ്പിൽ നിന്നും ജില്ലാ സമ്മേളനത്തിന് കൊണ്ടുപോകണമെങ്കിൽ ആരുടെ അനുവാദം വേണം? തീർച്ചയായിട്ടും അവിടുത്തെ അധ്യാപകരുടെ അനുവാദം വേണം. അവിടുത്തെ അധ്യാപകർ അതിന് സമ്മതിച്ചിട്ടല്ലേ അവരുടെ രാഷ്ട്രീയപരമായിട്ടുള്ള താല്പര്യത്തിന് വേണ്ടിയിട്ടില്ല അവരെ വിട്ടത്. പൊതുവെ തൊഴിലുറപ്പ് പദ്ധതി അതിനകത്ത് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അവിടെ ജോലി ചെയ്യുന്ന സ്ത്രീകളെ ഇങ്ങനെ പല സമ്മേളനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് ആദ്യമായിട്ടാണ് വിദ്യാർത്ഥികളെ സമ്മേളനത്തിന് കൊണ്ടുപോയത്. അല്ല, തൊഴിലുറപ്പിനാണെങ്കിൽ ഇങ്ങനെ തന്നെയാണ്, അവരെ ഭീഷണിപ്പെടുത്തിയാണ് കൂടുതലും കൊണ്ടുപോകുന്നത്. അടുത്ത ഇതിൽ മേറ്റിൽ ഒപ്പിടണമെങ്കിൽ നിങ്ങൾ ഈ പരിപാടിക്ക് വന്നേ പറ്റൂ, വന്നില്ലെങ്കിൽ നിങ്ങളെ കൈകാര്യം ചെയ്യും, അടുത്ത മസ്റ്ററിൽ നിങ്ങളെ ഒപ്പിടിപ്പിക്കത്തില്ല, അങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ചാണ് ഇവരെ പലരെയും കൊണ്ടുപോകുന്നത്. പലരും ഇത് അവിടെ ചെന്നതിന് ശേഷമാണ് ഇതെന്തോ പരിപാടി എന്ന് വരെ അറിയുന്നത്. പലയിടത്തും പറഞ്ഞു വെക്കുന്നത് ഇത് തൊഴിലുറപ്പിന്റെ മീറ്റിംഗ് ഉണ്ട്, നിങ്ങൾ ഇവിടെ വരണം. ഈ പ്രാദേശികമായിട്ട് ഇങ്ങനെയാണ് നടക്കുന്നത്. ഇപ്പൊ നമ്മുടെ അമ്മമാരെ എല്ലാവരും ഉള്ളതാണ്, അവരെല്ലാം പോകുന്നതാണ്. അപ്പൊ അവര് പോയിട്ട് ഒന്ന് അതിന്റെ പരിപാടിയായിരുന്നു വിളിച്ചോണ്ട് പോയെന്ന് പറഞ്ഞു. പക്ഷെ ഇവർക്ക് അന്നത്തെ ഒപ്പിട്ട് കൊടുക്കും. ഉച്ച വരെ പോയിട്ട് ഉച്ചക്ക് അവിടെ ചെല്ലണം. അപ്പൊ അവര് പറയുന്നത് എന്താണ്, തൊഴിലുറപ്പിന്റെ മീറ്റിംഗ് ആണെന്ന് പറഞ്ഞ് വിളിച്ചു കൂട്ടുമ്പോ എന്തുവാ, അവിടുത്തെ ഏത് പ്രാദേശിക പാർട്ടിയാണോ ആ പാർട്ടിയുടെ കമ്മിറ്റിയോ എന്തെങ്കിലും മീറ്റിംഗ് ആയിരിക്കും. അതെ, അപ്പൊ ആളുകൾ പുറത്തു നോക്കുമ്പോ എന്തുവാ, എല്ലാരും ഒരുപാട് പേര് വരുന്നുണ്ട്. സത്യത്തിൽ ഇവരെ ഭീഷണിപ്പെടുത്തിയാണ് കൊണ്ടുപോകുന്നത്. ഇവർക്ക് ചോദ്യം ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. എക്സിസ്റ്റൻസ് ആണ് ഇവരുടെ പ്രശ്നം. അതെ, അവർക്ക് പണിക്ക് വിളിക്കത്തില്ല, അവർക്ക് അവരുടെ തൊഴിൽ നഷ്ടപ്പെടും. അവർ ആരോട് ചോദിക്കും? ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇടപെടാൻ കൃത്യമായിട്ട് ആളുകളില്ല. ഇപ്പൊ തൊഴിലുറപ്പിന്റെ മേലുള്ള ഉദ്യോഗസ്ഥരോട് പോയി കഴിഞ്ഞാൽ അവർ കൃത്യമായി രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവരാണ്. ഇപ്പൊ ഇവർക്ക് ഇപ്പൊ തൊഴിലുറപ്പിന് ഇന്ന് ജോലി ചെയ്തു, അതിന് ഒപ്പിട്ട് കിട്ടിയില്ല, ആ മേറ്റ് കാരണമാണ്. ഇപ്പൊ മേറ്റ് ഒരു
കൃത്യമായ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. അതേ രാഷ്ട്രീയം തന്നെയാണ് അതിന്റെ മേലിലോട്ടുള്ളവരും ചെയ്യുന്നതെങ്കിൽ ഇവര് ആരുടെ അടുത്ത് പോയി പരാതി പറയും? മേളിൽ ചെല്ലുമ്പോഴും ഇതെങ്ങനെങ്കിലും ഒത്തുതീർപ്പാക്കാൻ നോക്കും, അതിന്റെ മേളിൽ പോയി കഴിഞ്ഞാൽ ഇത് ഒത്തുതീർപ്പാക്കാൻ നോക്കും. അപ്പൊ ഇവർക്ക് എങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവർക്ക് നീതി കിട്ടത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? ഈ സാധാരണപ്പെട്ടവരായതുകൊണ്ട് ഇവർ ചോദ്യം ചെയ്യാൻ നിൽക്കത്തില്ല. ചിലര് 2 വാക്ക് അലച്ചിട്ട്, സാധാരണ അമ്മമാരെ കണ്ടറിയാം, അവര് അവിടെ ചെന്ന് 2 വാക്ക് അലച്ചിട്ട് അങ്ങ് പോകും. പക്ഷെ ഇങ്ങനെയുള്ളവരെ വിളിക്കത്തില്ല, പിന്നെ വിളിക്കത്തില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ ക്യാമ്പസുകളെ സംബന്ധിച്ച് ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് അധ്യാപക രാഷ്ട്രീയം തന്നെയാണ്. അധ്യാപക രാഷ്ട്രീയം എത്രത്തോളം കുറവുള്ള ക്യാമ്പസുകളുണ്ടോ അവിടെ വിദ്യാർത്ഥി രാഷ്ട്രീയം കുറവുണ്ട്. ഇപ്പൊ ഞാൻ പറയാം, ക്രിസ്ത്യൻ ക്യാമ്പസുകൾ കൂടുതലായി എടുത്തു നോക്കിയാൽ മതി. ക്രിസ്ത്യൻ ക്യാമ്പസുകൾ അവിടെ കൃത്യമായി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. റാങ്കിങ്ങിലൊക്കെ മുന്നിൽ വരുന്നത് ക്രിസ്ത്യൻ മാനേജ്മെന്റ് ഉള്ള കോളേജുകളാണ്. അവിടെ എന്തുകൊണ്ടാണ് ഇത് നടക്കാത്തത്? ഇത്രയും പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കാത്തത്? അവിടെ ഏതെങ്കിലും അധ്യാപകർ രാഷ്ട്രീയപരമായിട്ട് നിന്ന് കഴിഞ്ഞാൽ അധ്യാപകരെ അവിടുത്തെ മാനേജ്മെന്റ് കൈകാര്യം ചെയ്യും. ആ ഒരു പേടി അധ്യാപകർക്ക് ഉണ്ടായതുകൊണ്ടാണ് അവിടെ അങ്ങനെ പറ്റുന്നത്. അല്ലാത്ത ക്യാമ്പസുകൾ നോക്കൂ, കൂടുതൽ നടക്കുന്ന സർക്കാർ എയ്ഡഡ് കോളേജുകളാണ്. അതും ഇപ്പൊ NSS, SNDP കോളേജുകള്, പിന്നീടുള്ളത് ദേവസ്വം ബോർഡ് കോളേജുകൾ. ഇങ്ങനെയുള്ള കോളേജുകൾ എടുത്തു നോക്കിയാൽ അവിടുത്തെ അവസ്ഥയാണ് ഏറ്റവും വലിയ വിഷയം. ഇപ്പം പിന്നീടുള്ളത് ഇപ്പൊ കാര്യവട്ടം ക്യാമ്പസ്, ഇവിടേക്കാണ് ഏറ്റവും കൂടുതൽ ശക്തമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടക്കുന്നത്. ചിലർ ഇതിനെ ഒരു കുത്തകയാക്കി നടക്കുന്ന ആളുകളുണ്ട്. ഞങ്ങൾ 100 വർഷം പാരമ്പര്യമുണ്ട്, 500 വർഷം പാരമ്പര്യമുണ്ട്. ഈ പാരമ്പര്യം കാണിക്കാനായിട്ട് മറ്റുള്ളവരെ കെട്ടിപ്പൂട്ടിയിട്ട് നിൽക്കുന്നതല്ല സ്വാതന്ത്ര്യവും ജനാധിപത്യവും സോഷ്യലിസവും ഒന്നും. അപ്പൊ ഇതെല്ലാം മനസ്സിലാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജനാധിപത്യ രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ജനാധിപത്യ മൂല്യങ്ങൾ ഉന്നയിക്കാനുള്ള ഒരു അവസരമാണ് അവിടുത്തെ ക്യാമ്പസുകളിലെ ഇലക്ഷൻ. അത് പൂർണ്ണമായി ഏത് ക്യാമ്പസുകളും നടക്കുന്നുണ്ട്. ഇപ്പോൾ കൂടുതലും ക്യാമ്പസുകൾ ഇപ്പൊ നമ്മൾ എല്ലാം പറയുന്നുണ്ട്. ഈ സെനറ്റിലോട്ട് സിൻഡിക്കേറ്റിലോട്ടുള്ള പലർക്കും ഇന്നും അവിടെ വോട്ട് ചെയ്യാൻ പറ്റത്തില്ല. അവിടെ കൃത്യമായിട്ട് ഇപ്പൊ നമുക്കറിയാം SFI ആണ് കൂടുതലും ക്യാമ്പസുകൾ ഭരിക്കുന്നത്. അവിടെ ചെല്ലുമ്പോൾ അവിടെ ഇവരെ കൈകാര്യം ചെയ്യാനായിട്ട് റൂമുണ്ട്. ഇപ്പം വേറൊരു ക്യാമ്പസിൽ നിന്നും വേറൊരു രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ഒരാൾ ആ ക്യാമ്പസിലോട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ അവരെ റൂമിൽ പൂട്ടിയിടും, അല്ലെങ്കിൽ ക്യാൻറ്റീൻ എടുത്ത് ചായ വാങ്ങിച്ചു കൊടുത്തിട്ട് അവിടെ ഇരിക്കും. അവർക്ക് പോയി വോട്ട് ചെയ്യാൻ പറ്റത്തില്ല. യൂണിവേഴ്സിറ്റി ഇലക്ഷൻ, അതെ, കൗൺസിലർമാർ പോയി വോട്ട് ചെയ്യണം, ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഇത് ആരും പരാതി പറയാത്ത എന്താണ്? കേസുമായിട്ട് പോയി കഴിഞ്ഞാൽ ഒരു കാര്യവുമില്ല. ഇവരെ ഇലക്ഷൻ കഴിഞ്ഞ് ഇവര് ജയിച്ച് ഇവര് പോവും. ഇവര് ഇതിന്റെ കേസിന്റെ പുറകെ ഇതിന്റെ നേതാക്കന്മാരും പൊക്കോളും. ഈ വിദ്യാർത്ഥികൾ ഇതിന്റെ ഇടയിൽ കിടന്ന് കഷ്ടപ്പെടും. പല വീട്ടിൽ നിന്നും പല പ്രതീക്ഷയോടാണ് വിദ്യാർത്ഥികൾ ക്യാമ്പസുകളിലേക്ക് പോകുന്നത്. അവിടെ അവന്റെ ഇഷ്ടപ്പെട്ട ഒരു രാഷ്ട്രീയം തിരഞ്ഞെടുക്കാനുള്ള അവകാശം പോലും ഇന്ന് പലർക്കും പല ക്യാമ്പസുകളിലും ഇല്ല. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ അധ്യാപകർ തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും വലിയ പദ്ധതിയാണ് നമ്മുടെ കേരളത്തിലെ പല കോളേജുകളിലും വരുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണണം ഈ പ്രോജക്ട്സ് എങ്ങനെയായിരിക്കും പ്രോപ്പർലി ഇംപ്ലിമെന്റ് ചെയ്യുന്നതും ഇവിടുത്തെ വിദ്യാർത്ഥി സമൂഹത്തിന് എങ്ങനെയായിരിക്കും ഇത് ബെനിഫിറ്റ് ചെയ്യാന്നുള്ളത്.